മലയാളി കായിക താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴിയിൽ തടസ്സമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ആരാണ്? 4 മുൻ ഇന്ത്യൻ താരങ്ങൾ തേടിയത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത്, ഫുട്ബോൾ താരം ജോ പോൾ അഞ്ചേരി, ബാസ്കറ്റ്ബോൾ താരം ഗീതു അന്ന ജോസ്, വോളിബോൾ താരം കിഷോർ കുമാർ എന്നിവരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ മലയാളി അകത്തോ പുറത്തോ എന്ന സംവാദം നിയന്ത്രിച്ചത് ഗ്രന്ഥകാരനും കായിക ലേഖകനും മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്ററുമായ MB സുരേന്ദ്രനും. ക്രിക്കറ്റിൽ 2 സെഞ്ചുറി നേടിയാൽ ഉത്തരേന്ത്യൻ താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിലെത്താം. എന്നാൽ ഒരു കേരള താരത്തിന് ദേശീയ ടീമിലെത്താൻ 5 സെഞ്ചുറി നേടണമെന്ന് എസ് ശ്രീശാന്ത് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ താരങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ദേശീയ ടീമിലെത്തുകയുള്ളൂ. അത് നല്ലതാണ്. നമ്മുടെ പ്രകടനം ഉത്തരേന്ത്യക്കാരേക്കാൾ മികച്ചതാക്കിയാൽ ടീമിലെത്താം. സഞ്ജു സാംസൺ മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ നിന്നും ഇനി ഉദിച്ചുയരാൻ പോകുന്ന താരം വിഷ്ണു വിനോദാണ്. വിഷ്ണുവും റോഹനും സച്ചിൻ ബേബിയും ബേസിലുമെല്ലാം മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. രഞ്ജിയിൽ സഞ്ജു ഒരു സെഞ്ചുറി കൂടി നേടിയാൽ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. എനിക്ക് കഴിയാത്തത് സഞ്ജുവിന് കഴിയും. 3 മലയാളികൾക്കൊപ്പമെങ്കിലും ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം പങ്കിടണം എന്നത് ആഗ്രഹമായിരുന്നു. എന്നാൽ അതെനിക്ക് കഴിഞ്ഞില്ല. സഞ്ജുവിന് അത് സാധിക്കും, ശ്രീശാന്ത് പറഞ്ഞു. 2013 കോഴ വിവാദമുണ്ടായപ്പോൾ തനിക്ക് ആദ്യമായി ഒരു മെസ്സേജ് അയച്ചത് വീരേന്ദർ സേവാങ്ങാണെന്ന് ശ്രീശാന്ത് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. 2013 മുതൽ 2020 വരെ വ്യക്തി ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെ കൂടുതൽ കരുത്തനാക്കിയെന്നും അന്ന് പിന്തുണച്ച കേരളത്തിലെ ജനങ്ങളോടും മാതൃഭൂമിയോടും നന്ദിയുണ്ടെന്നും ശ്രീശാന്ത് പറഞ്ഞു. ഞങ്ങൾ കളിച്ചിരുന്ന അത്രയും മത്സരങ്ങൾ പോലും ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ലെന്ന് മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീം ക്യാപ്റ്റൻ ഗീതു അന്ന ജോസ് പറഞ്ഞു. 2014 ഭരിക്കാൻ തുടങ്ങിയ ഇന്ത്യൻ ഫുട്ബോളിന് IACLന്റെ വരവ് ഫുട്ബോളിന് പുത്തൻ ഉണർവ് നൽകിയെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ജോ പോൾ അഞ്ചേരി പറഞ്ഞു. കേരള സർക്കാരും സ്പോർട്സ് മന്ത്രിയുടെ ഫുട്ബോളിന് വളർച്ചയ്ക്കായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് കേരളത്തിന്റെ നമ്പർ 1 ഗെയിമായിരുന്നു വോളിബോൾ കളിക്കാൻ ഇന്ന് കുട്ടികൾ വരുന്നില്ലെന്ന് കിഷോർ കുമാർ പറഞ്ഞു. ഇന്ന് മലയാളികളുടെ പ്രധാന സ്പോർട്സ് തീറ്റയാണ്. കുട്ടികളെ മാതാപിതാക്കൾ സ്പോർട്സിന് വിടുന്നില്ല. മൊബൈൽ ഗെയിമുകളിലാണ് ഇന്ന് കുട്ടികൾക്ക് താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ സുഹൃത്ത് ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയായാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ആദ്യം ചെയ്യുക പ്രഷറും ഷുഗറും ഇല്ലാത്ത വീടുകൾക്ക് സബ്സിഡി നൽകുകയാകും. വീട്ടിൽ ഒരു സ്പോർട്സ് താരമുണ്ടെങ്കിൽ ഗ്യാസിന് സബ്സിഡി, ഇന്ത്യക്ക് വേണ്ടി കളിച്ചാൽ ഗ്യാസും വൈദ്യുതിയും ഫ്രീ. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ എല്ലാ അമ്മമാരും മക്കളെ രാവിലെ തന്നെ ചവിട്ടി എഴുന്നേൽപ്പിച്ച് കളിക്കാൻ വിടും. അങ്ങനെ സ്പോർട്സിൽ കേരളവും ഇന്ത്യയും വളരും, കിഷോർ കുമാർ കൂട്ടിച്ചേർത്തു.